കുറച്ച് വെള്ളം, ഒരു വഴി, ഒരു കടലെടുക്ക്, ഒരു നിർമ്മിത ജലപാത, കഥ കഴിഞ്ഞു. അവിടെയാണ് ഇറാൻ അമേരിക്ക വിഷയം അവസാനിക്കുന്നത്. അതെ, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് ആയിരുന്നു ഇറാൻ്റെ ഏറ്റവും വലിയ ആയുധം. എല്ലാ രാജ്യങ്ങളെയും ഭയപ്പെടുത്തിയതും ഭയപ്പെട്ടതും ആ വെള്ളമായിരുന്നു, ജലമായിരുന്നു. വിശുദ്ധ ഖുർആൻ കാലങ്ങൾക്ക് മുമ്പേ ഒരു മനുഷ്യരാശിയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ശക്തിയായി, ബലമായി, കരുത്തായി മാറുന്നത് അതിലെ മനുഷ്യരുടെ പടയും ആയുധങ്ങളുമൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ പറയുന്ന ഉടയതമ്പുരാൻ കൽപ്പിച്ച് നൽകുന്ന, ഉടയതമ്പുരാൻ ചേർത്ത് നൽകുന്ന ചിലതൊക്കെയാണ് ഒടുവിൽ രക്ഷാകവചമായി മാറുന്നത് എന്നത് 6-ാം നൂറ്റാണ്ടിലും ഇറങ്ങിയ ഖുർആനിൽ പ്രതിപാദിച്ച അതേ സംഗതിയുടെ തനിയാവർത്തനം പോലെ വേണമെങ്കിൽ ഈ ഇറാൻ അമേരിക്ക കരാർ ഒപ്പിടുമ്പോൾ വ്യാഖ്യാനിച്ചാൽ തെറ്റൊന്നുമില്ല. ഇറാൻ അമേരിക്ക മത്സരം അവസാനിക്കുന്നത് സമനിലയിലല്ല, മറിച്ച് ഇറാന് അഡ്വാൻറ്റേജോടെയാണ്. ഇറാനാണ് ഈ മത്സരത്തിലെ യഥാർത്ഥ വിജയി. ആ വിജയിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതിൻ്റെ ഒരു മികച്ച ഉദാഹരണമായി മാറുകയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ്. അബാബീൽ പക്ഷികളുടെ കാര്യം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആനപ്പടയെ എറിഞ്ഞിട്ടത്. ആനപ്പടയോളം വന്യമായ കരുത്തുള്ളതിനെ പക്ഷിക്കൂട്ടങ്ങൾ കല്ലുകൊണ്ടെറിഞ്ഞ്, പൊടിക്കല്ലിലെറിഞ്ഞ് താഴെയിടുന്നതിൻ്റെ ആ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിൽക്കാലത്ത് വലിയ കരുത്തനെപ്പോലും ഒരു ചീളുകല്ലിൽ എറിഞ്ഞിടാമെന്നൊക്കെ പറയുന്ന മഹത്തായ പ്രയോഗങ്ങൾ ഇന്നും പലരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബദർ യുദ്ധത്തിൻ്റെ വേളയിൽ ഇരുവശത്തുമുള്ള ആളുകളുടെ എണ്ണവും ശാരീരിക സ്ഥിതിയും ആയുധബലവും ഒക്കെ നിലനിൽക്കെ തന്നെ അവിടെ ബലം കുറഞ്ഞവരും ആയുധരഹിതരുമായ ആളുകൾ അസത്യത്തിനുമേൽ സത്യത്തിൻ്റെ വിജയം നേടി ആ വെന്നിക്കൊടി പാറിച്ച് കരുത്തോടെ ഒരു വിശ്വാസത്തെ നിലനിർത്തുന്ന പോരാട്ടത്തിന് അടിസ്ഥാനമുണ്ടാക്കിയത്. അതൊക്കെ അന്നത്തെ കടങ്കഥകൾ മാത്രമായിരുന്നില്ല, ഇന്നത്തെ ആധുനിക ലോകത്തിലെ യുദ്ധമുറകൾ കൂടിയായി മാറുന്നു എന്ന തിരിച്ചറിവാണ് ഇവിടെയും ഉണ്ടാവുന്നത്. എഴുതി വെച്ചോളൂ, ഇറാന് മുന്നിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് പോലെ ഒരു ജലപാത കൈവശമുണ്ടായിരുന്നില്ലെങ്കിൽ ഇറാൻ പരാജയപ്പെടുമായിരുന്നു. ഇറാൻ സമ്പൂർണ്ണമായി തകർക്കപ്പെടുമായിരുന്നു. ആയുധങ്ങളും അക്രമങ്ങളും എതിരാളികൾക്ക് മേൽ വർഷിക്കുന്ന ബോംബുകൾ മാത്രമല്ല, ദൈവികമായി തങ്ങൾക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം കൂടിയാണ് എന്ന് ഇറാൻ തെളിയിക്കുകയായിരുന്നു. 2 മാർഗങ്ങളാണ് പശ്ചിമേഷ്യയ്ക്ക് ഈ വന്യമായ ആക്രമണങ്ങളിൽ നിന്ന് നേരിടാൻ അവർക്ക് കൈമുതലായുള്ളത്. ഒന്ന് ഈ പറയുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് ആണ്, മറ്റൊന്ന് ചെങ്കടലാണ്. ഈ 2 വഴികൾ, അതിൻ്റെ സമീപസ്ഥമായ കരുത്ത്, അതിൻ്റെ മേലുള്ള നിയന്ത്രണം, അത് നൽകുന്ന ബലം, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി മാറിയത്. അവിടെയാണ് തടസ്സങ്ങളുണ്ടായത്. അതുകൊണ്ടാണ് ഇതൊരു വിലക്കുമില്ലാതെ തുറന്നു കൊടുക്കാം എന്ന് പറയുന്ന ഒരൊറ്റ ആശ്വാസ നടപടിയിൽ മുഴുവൻ സാമ്പത്തികവും തീർക്കാം, തടഞ്ഞു വെച്ചതും തരാം, നഷ്ടപരിഹാരവും തരാം, എല്ലാം തീർത്ത് റെഡിയാക്കി ഉടമ്പടിയാക്കി തരാം എന്ന് അമേരിക്കയെപ്പോലൊരു രാജ്യം പറഞ്ഞത് അത് വെറുതെ ഒരു വർത്തമാനമല്ല. അതെ, ഇത് വെള്ളത്തിൻ്റെ വിജയമാണ്. ഇത് വെള്ളം നിറഞ്ഞ ആ വഴിയുടെ വിജയമാണ്. ഇത് ഉടയതമ്പുരാൻ ഒരു നാടിന് നൽകിയ ആ ഒരു സൗഭാഗ്യത്തിൻ്റെ, ആ ഒരു അവസരത്തിൻ്റെ വിജയം കൂടിയാണ്. അങ്ങനെയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് ഇല്ലാത്ത ഇറാൻ തുടച്ചു നീക്കപ്പെടുമായിരുന്നുവെങ്കിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസിൽ അതീശത്വമുള്ള ഇറാനെ തകർക്കാനാവില്ല എന്നും അതവിടെ ഉള്ളിടത്തോളം.